നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനത്തിന് വഴിയൊരുങ്ങുന്നു. പുതിയ കെട്ടിട നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമായി. ഈ സാഹചര്യത്തിൽ തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ ടി പി ഷാജി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട് വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടന്ന പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ പ്രവർത്തികൾ അടിയന്തരമായി ആരംഭിക്കുവാനും കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം പരിഹരിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. നിലവിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് റെയിൽവേയുടെ അനുമതിയാണ് തടസ്സമായി നിന്നിരുന്നത്. റെയിൽവേയുടെ അനുമതി ലഭ്യമായതോടെയാണ് തുടർ നടപടികളുമായി നഗരസഭ രംഗത്തിറങ്ങിയത്. താലൂക്ക് ആശുപത്രിയിൽ പുതിയ OP യൂണിറ്റ്, ആധുനിക കാഷ്വാലിറ്റി ബ്ലോക്ക്, അത്യാധുനിക ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കെട്ടിടസമുച്ചയം നിർമ്മിക്കുവാനായി 15.57 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമിട്ടിരുന്നത്. കിഫ്ബി ധനസഹായത്തോടെയുള്ള ഈ പദ്ധതിക്ക് 2020 ഭരണാനുമതിയും 2022 സാങ്കേതിക അനുമതിയും ലഭ്യമായിരുന്നു. ഹൈറ്റസ് ആണ് പദ്ധതിയുടെ നിർമ്മാണ ഏജൻസിയായി ഉണ്ടായിരുന്നത്. എന്നാൽ റെയിൽവേ ഭൂമിയോട് ചേർന്നുള്ള നിർമ്മാണമായതിനാൽ റെയിൽവേയുടെ അനുമതി ലഭ്യമായിരുന്നില്ല. ഇതായിരുന്നു പ്രവർത്തികൾ തുടങ്ങുവാൻ വലിയ തടസ്സമായി നിന്നിരുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ മാസം റെയിൽവേയുടെ അനുമതി പത്രം ലഭിച്ചിരിക്കുന്നത്. ഇതോടെയാണ് പദ്ധതിയുടെ പ്രധാന സാങ്കേതിക തടസ്സം നീങ്ങിയിരിക്കുന്നത്. റെയിൽവേ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട നിലവിലെ അനിശ്ചിതത്വങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് പ്രവൃത്തികൾ സമയബന്ധിതമായി ആരംഭിക്കുന്നതിന് ഭരണതലത്തിലും ബന്ധപ്പെട്ട വകുപ്പ് തലത്തിലും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ ടി പി ഷാജി നിവേദനം നൽകിയത്. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും നഗരസഭാ ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു. പട്ടാമ്പിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ആ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പട്ടാമ്പി നഗരസഭയും ജനപ്രതിനിധികളും നിരന്തരമായ ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 15.5 കോടി രൂപ അനുവദിക്കുകയും അന്ന് അതിൻ്റെ തറക്കല്ലിടൽ പ്രവൃത്തിയും പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ ASും TS ഒക്കെ ലഭിച്ചു. പക്ഷേ റെയിൽവേയുടെ പരിസര പ്രദേശമായതുകൊണ്ട് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ട് ആ പ്രവൃത്തി തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടില്ല. നിരന്തരമായി ഈ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിരവധി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1/7/2026 റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റെയിൽവേയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഗവൺമെൻറ് മാറി ഈ ഫണ്ട് കിഫ്ബി ഫണ്ടായതുകൊണ്ട് കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കാത്ത ചില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചില ഫണ്ടുകളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളുടെ നിരന്തരമായ കാത്തിരിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയും റെയിൽവേയുടെ അനുമതി ലഭിച്ച വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന് രേഖാമൂലം നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പട്ടാമ്പിയുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിനാവശ്യമായ നിർദ്ദേശം നൽകും എന്നാണ്. നാഗലശ്ശേരി പഞ്ചായത്തിലെ വാഴക്കാട് പാടം കോമംഗലം റോഡരികിൽ രാത്രിയുടെ മറവിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളി. ജനവാസ മേഖലയ്ക്കും കൃഷിഭൂമിക്കും ഭീഷണിയാകുന്ന രീതിയിലാണ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യം തള്ളിയിരിക്കുന്നത്. മഴക്കാലമായതിനാൽ ഈ പാടശേഖരത്തിലെ വെള്ളം ഒഴുകിയെത്തുന്നത് പ്രദേശത്തെ വലിയ തോടിലേക്കാണ്. ഇതുവഴി മലിനജലം നേരിട്ട് ഭാരതപ്പുഴയിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മാലിന്യം പടരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കുടിവെള്ള മലിനീകരണത്തിനും കാരണമാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് വാഴക്കാട് പാടശേഖര സമിതി സെക്രട്ടറി PA അബ്ദുൾ ഹമീദ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം അവസാനിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആരാധകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കട്ടൌട്ടുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ
ഇവ അടിയന്തരമായി അഴിച്ചുമാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ പാലക്കാട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിച്ചതും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നിർദ്ദേശം. കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച ഫ്ലക്സുകളും കട്ടൌട്ടുകളും റോഡിലേക്കോ വാഹനങ്ങളിലേക്കോ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കോ വീണ് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച ക്ലബ്ബുകളും ആരാധക സംഘങ്ങളും സംഘടനകളും വ്യക്തികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ എത്രയും വേഗം അവ അഴിച്ചുമാറ്റണം. അഴിച്ചുമാറ്റുന്ന ഫ്ലക്സുകളും മുള, തടി, ഇരുമ്പ് തുടങ്ങിയ സാമഗ്രികളും റോഡരികുകളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ ഉപേക്ഷിക്കരുതെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയും ശുചിത്വവും മുൻനിർത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും നിശ്ചിത സമയപരിധിക്കകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകകപ്പ് കാലത്ത് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങി വിവിധ ടീമുകളുടെ ഭീമൻ ഫ്ലക്സുകളും കട്ടൌട്ടുകളും കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. ആരാധക കൂട്ടായ്മകൾ ഇതിനായി വലിയ തുകയാണ് ചിലവഴിച്ചത്. എന്നാൽ ടൂർണമെന്റ് അവസാനിച്ചിട്ടും അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവ നീക്കം ചെയ്തിട്ടുള്ളത്. ഭൂരിഭാഗം ഫ്ലക്സുകളും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ തുടരുകയാണ്. ഇവയിൽ ചിലത് പുനരുപയോഗത്തിനോ റീസൈക്കിൾ ചെയ്യാനോ കഴിയുമെങ്കിലും വലിയൊരു വിഭാഗം മാലിന്യമായി മാറുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഫ്ലക്സുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും പൊതുസ്ഥലങ്ങൾ പഴയ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പാതകളിലെ ലോകകപ്പ് ഫ്ലക്സുകൾ ഓർമ്മകളുടെ ശേഷിപ്പായി മാറാതെ മഴയും കാറ്റും ശക്തമാകുന്ന സാഹചര്യത്തിൽ അവ സുരക്ഷാ ഭീഷണിയാകുന്നതിന് മുമ്പ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം. പട്ടാമ്പിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ യുവാവ് പോലീസ് പിടിയിൽ. മലപ്പുറം സ്വദേശി 20-കാരനായ മുഹമ്മദ് സഹലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിൽ നിന്നും ബൈക്ക് മോഷണം നടത്തിയ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. മലപ്പുറം തവനൂർ സ്വദേശിയായ മുഹമ്മദ് സഹലിനെയാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് 20 വയസ്സാണ്. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പും നടത്തി. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ഞാങ്ങാട്ടി സ്വദേശി ഹരികൃഷ്ണന്റെ ബൈക്കാണ് മോഷണം പോയത്. തുടർന്ന് ഹരികൃഷ്ണൻ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് തവനൂർ സ്വദേശി 20-കാരനെ പോലീസ് പിടികൂടുന്നത്. പ്രതിയുമായി പട്ടാമ്പി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. കൂത്താട്ടുകുളത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചിങ്ങവനത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്നും മോഷണം പോയ ബൈക്ക് കണ്ടെത്തുകയും ചെയ്തു. പോലീസ് ചോദ്യം ചെയ്യലാണ് പട്ടാമ്പിയിലെ ബൈക്ക് മോഷണ വിവരം പുറത്തു വന്നത്. ബൈക്ക് മോഷണ സംഘത്തിലെ കണ്ണിയാണ് മുഹമ്മദ് സഹൽ. ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിലെ 2 പേരെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ഇവർ മോഷ്ടിച്ച ഒരു ബൈക്ക് പട്ടാമ്പിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കൂറ്റനാട് സ്വദേശിയായ യുവാവിനെ കോഴിക്കോട് രാമനാട്ടുകരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് ഉല്ലാസ് നഗർ സ്വദേശി 26 വയസ്സുള്ള ശ്രീരാമാണ് മരിച്ചത്. എറണാകുളത്തെ ടവർ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ജോലി ആവശ്യത്തിനായി ലോറിയുമായി കോഴിക്കോട് രാമനാട്ടുകരയിലെത്തിയതായിരുന്നു. ഇതിനിടെ ഈ ഭാഗത്തെ ടവറിന് മുകളിൽ ശ്രീരാമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചാലിശ്ശേരി മണ്ണാരപ്പറമ്പ് ഈച്ചരത്ത് വളപ്പിൽ ഇബ്രാഹിമിന്റെ കുടുംബത്തിനു വേണ്ടി നിർമ്മിച്ച സ്നേഹവീട് കൈമാറി. മണ്ണാരപ്പറമ്പ് മഹല്ല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IFA എന്ന കൂട്ടായ്മയാണ് വീട് പണിത് നൽകിയത്. തൃത്താല MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ IFA ഭാരവാഹികൾ താക്കോൽ കൈമാറി. ചെയർമാൻ അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK സുധീഷ് കുമാർ, ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് പട്ടിശ്ശേരി, അഷ്റഫ്, അലി കുമരനല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ ഉമ്മർ മുസ്ലിയാർ സ്വാഗതവും വർക്കിംഗ് കൺവീനർ സാലിഹ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പട്ടാമ്പി പെരുമുടിയൂർ SNG LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി. ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി പെരുമുടിയൂർ SNG LP സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. വിദ്യാലയം കെട്ടിടം MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും ചെയ്തു. വിദ്യാലയത്തിലെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിനായി അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ ആരംഭിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ
ആരംഭിച്ച് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഈ വിദ്യാലയം പുന്നശ്ശേരിയുടെയൊക്കെ കാലത്ത് അത് തുടങ്ങിയ കാലത്തുള്ള പ്രധാനപ്പെട്ട ആ ഒരു ചരിത്രം പിന്നെ അതിന്റെ പാരമ്പര്യം വിളിച്ചു തോന്നുന്ന ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ പഴയ ഒരു കെട്ടിടമുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ച് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. നേരത്തെ ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നം കൊണ്ട് നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിന്റെ ടെൻഡർ പ്രൊസീജിയർ ആരംഭിച്ചിട്ടുണ്ട്. ടെൻഡറിലേക്ക് കടന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കുട്ടികളെ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ക്ലാസ് മുറികളിൽ ഇരുത്തുന്നത്. ഇപ്പോൾ മറ്റ് ക്ലാസ് മുറികളുണ്ട്, അപ്പുറത്തുള്ള ക്ലാസ് മുറികൾ. അത് പോരാതെ ഈ പഴയ കെട്ടിടത്തിലുണ്ടായിരുന്ന കുട്ടികളെ മാറ്റിയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങൾ ചെയ്യുന്നതിനും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ടെൻഡർ പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ ഇതിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കും എന്ന കാര്യം അറിയിക്കാൻ 1 കോടി രൂപയാണ് അതിന് അനുവദിച്ചിരുന്നത്. അഡീഷണൽ ആയിട്ട് ഇനി ഫണ്ട് ലഭ്യമാക്കണമെങ്കിൽ അതിനുള്ള ശ്രമം കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്കൃത അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഉപജില്ലാതല രാമായണ ക്വിസ് മത്സരം വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. പട്ടാമ്പി ഉപജില്ല സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സബ് ജില്ലാതല രാമായണ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു മത്സരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പല ഇതിഹാസങ്ങളുമൊക്കെ ലോകത്തിലെ പല രാജ്യങ്ങളും അവർ കടമെടുക്കുകയും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ഗവേഷണപരമായിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ താല്പര്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യവും ധർമ്മവും സാഹോദര്യവും ഒക്കെ പഠിപ്പിക്കുന്ന മനസ്സിലാക്കാൻ അവസരം കൊടുക്കുന്ന രാമായണം അതിന്റെ ആ മൂല്യവത്തായ കാര്യങ്ങളെ സത്യത്തിൽ ഇന്നത്തെ തലമുറയിൽ കുറച്ച് അകന്നു പോകുന്നുണ്ടോ എന്ന ഒരു സംശയം കൂടി നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പോവാതെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത്തരം മൂല്യവത്തായ ഗ്രന്ഥങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ അന്തസത്ത ഉൾക്കൊണ്ടു പോകാനും അവർക്ക് അതിലൂടെയുള്ള നേർവഴികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിൽ സത്യത്തിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ മാത്രമാണ് നടക്കാൻ കഴിയുക. അതോടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിലും ഭാരതീയ സംസ്കാരത്തിലും ഒതുക്കൊണ്ടുള്ള ഏതൊരു കാര്യത്തിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴും രാമായണമായാലും മഹാഭാരതങ്ങളായാലും മറ്റ് ഇതിഹാസങ്ങൾ നമ്മൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഇതിഹാസ കൃതികളിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മളൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. ഒറ്റപ്പാലം AEO PP ശിവകുമാർ മുഖ്യാതിഥിയായി. പട്ടാമ്പി AEO KT സുമതി അധ്യക്ഷയായിരുന്നു. വിളയൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ MT അമീർ, PT പ്രസിഡന്റ് ബൈജു, KP സുധീഷ്, രേഷ്മ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. രാമായണ പ്രശ്നോത്തരി വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.